ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ഹീറോയിന് ചേട്ടൻ ഹീറോയി കോളേജിൽ പഠിക്കാൻ പോയത്, രണ്ടുപേരും കോളേജിൽ പഠിക്കുകയാണ്. അങ്ങനെ ഹീറോയി പറയുന്നത്, ചേട്ടാ ഇപ്പോൾ കോളേജിൽ പഠിക്കുക, ശരി ശരി ടെൻഷനാണ്. അങ്ങനെ ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഫ്രണ്ട് പറയുന്നു, എന്താ പറ്റി? അങ്ങനെ ഹീറോയിൻ ചേട്ടൻ പറയുന്നത്, നമുക്ക് ട്രിപ്പ് പോകാമെന്ന് ഹീറോയിന് ചേട്ടൻ പറയുന്നു. എൻ്റെ ചേട്ടാ പറയുന്നത്, BTS മെമ്പർ ഒരുപാട് മിസ് ചെയ്യുന്നു ഹീറോയി. ചേട്ടാ ഞാൻ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ BTS മെമ്പർ ഒരുപാട് മിസ് ചെയ്യാന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. ഓക്കെ ഫ്രണ്ട്സിൻ്റെ ട്രിപ്പ് പോകാൻ പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് പോയായിരുന്നു. അങ്ങനെ കൊറിയൊക്കെ വന്നായിരുന്നു. ഒരു ചെക്കൻ ഹീറോയി മല കാണുന്നായിരുന്നു. അത് പറഞ്ഞ ഹീറോയിൻ്റെ ഫ്രണ്ട്, പിന്നെ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് പോയായിരുന്നു. അപ്പുറത്തെ വീട്ടിലുള്ള ബോയ് ആ ഫ്രണ്ടിൻ്റെ കൂടെ വന്നായിരുന്നു. റോസ് പറയാൻ തുടങ്ങി, നീ വരുന്ന ശരിയിടാന്ന്. റോസിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചെക്കനാണ്. റോസ് കൂടെ ഫ്രണ്ടായത്. ഹീറോയിനെ കറക്റ്റ് ചെയ്യാൻ അവനിക്ക് ഒരാഗ്രഹമാണ്. അതിനായിട്ട് പറയാൻ തുടങ്ങി. ഹീറോയിൻ ചേട്ടാ പറയാം, അതിനായിട്ട് ഇങ്ങനെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോരായിരുന്നു. എന്ത് ചേട്ടാ, വാവ് നന്നായിട്ടുണ്ടല്ലേ? റോസ് പറയാമോ? ശരി ഓക്കെ റോസി എന്ന് പറഞ്ഞ റോസിൻ്റെ ചേട്ടനും കൂടെ വന്നിരുന്നു. റോസിന് 3 പേര് കീർത്തിൻ്റെ ചേട്ടനും റോസിൻ്റെ ചേട്ടൻ ഹീറോയിൻ്റെ ചേട്ടൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതിനായിട്ട് അവർ അവിടെ വന്നായിരുന്നു. ക്രിയേറ്റ് എന്താ ഹീറോയിടത്ത് വന്നത് ക്രിക്കറ്റായിരുന്നു. എന്ത് പറ്റി വരാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഹായ് എന്താ പറ്റി എന്നാൽ ഹീറോയി കേട്ടാന്ന്. ഒന്നുമില്ല എന്ന് പറയുന്നു. അജയ് പറയാൻ തുടങ്ങി, എനിക്കെന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയി പറയുന്നത്, ഇൻട്രസ്റ്റ് ഇല്ലപ്പാ, എനിക്ക് മാരേജ്. അജയ് പറയാൻ തുടങ്ങി, എനിക്ക് മാരേജ് ഒന്നും ആയിട്ട് ചുമ്മാ ഒന്നും പറയേണ്ടത്. എനിക്ക് മാരേജ് ആയി നമ്പൂല. അജയ് ടോർച്ചർ ചെയ്യുന്നു ഹീറോയി. ഒരു ദിവസം ഹീറോയി ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ അജയ് പുറകെ നിന്ന് ടോർച്ചർ ചെയ്തു. യഥാർത്ഥ ഇത് ആറും വന്നായിരുന്നു. ആറും ഞാൻ നടന്നു വരായിരുന്നു. ആറും കണ്ടായിരുന്നു. ആറും ഇതെവിടെ ആറും നോക്കും. യഥാർത്ഥം ഗ്ലാസ്സിൽ ഇങ്ങനെ കോഫി കുടിക്കായിരുന്നു. ആറും നോക്കുക. ആറും ഷോക്കായിരുന്നു. ആറും ജിൻ എന്ത് പറ്റി ആറും? ഒന്നില്ലടാ അങ്ങോട്ട് നോക്കടാ. ആറും നോക്കായിരുന്നു. പിന്നെ ശുഗ പറയായിരുന്നു, എന്താടാ വിഷ്ണു അങ്ങോട്ട് നോക്കി യുങ്കിന്ന് പറഞ്ഞു. യുങ്കി നോക്കും. യുങ്കിക്ക് ഷോക്കായിരുന്നു. എന്താടാ അവിടെ പ്രശ്നം? അങ്ങനെ 3 പേർ ഇറങ്ങി വെളിയിൽ വന്നായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ വെളിയിൽ പോകുന്നു. അജയ് പറഞ്ഞേക്ക്. അങ്ങനെ 3 പേർ വന്നായിരുന്നു. അവർക്ക് ഹീറോയിൻ്റെ ലാംഗ്വേജ് നന്നായിട്ട് അറിയാം. അവർ പഠിച്ചിരുന്നു. അതുകൊണ്ട് അവർ കുറച്ച് ഹീറോയിൻ്റെ ലാംഗ്വേജ് നന്നായിട്ട് അറിയും. ഹീറോയി പറഞ്ഞേക്കാം അജയ്, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല നിന്മേൽ, അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല. അജയ് പറഞ്ഞു. ഹീറോയിനെ അടുത്ത് പിടിച്ച് ഇവിടെ തലയായിരുന്നു. ആറും ഷോയൊക്കെ തലക്കേറി, എന്താണ് എൻ്റെ വൈഫിന്മേലെ കൈ വെക്കും. മാസ്ക് ഇട്ട് വന്നു. ഹീറോയിനിക്ക് പിടിച്ച് കിസ് ചെയ്യാൻ സെൻറ്റിൽ. ഇങ്ങനെ ഹീറോയിൻ വിടെന്ന് പറഞ്ഞതല്ലായിരുന്നു. അജയത്തെ പിടിച്ചു. 3 പേർ കുത്തായിരുന്നു. അജയത്ത് അവിടേക്ക് തന്നെ മയങ്ങി വീണായിരുന്നു. നിങ്ങൾ ആരാ എന്ന ഹീറോയി കേട്ടായിരുന്നു. അപ്പം ഷുഗ പറയായിരുന്നു, ജങ്കൊക്കെ തന്ന സ്പ്രേ എവിടെ? അതെൻ്റെ കയ്യിലുണ്ടോ എന്ന് എന്നെ അടുത്തായിരുന്നു. ഷുഗ 6 മണി കഴിഞ്ഞ് സ്പ്രേ അടിച്ചു. ഹീറോയെ ബുപ്പി ഒന്ന് മയങ്ങി വീണായിരുന്നു. ഹീറോയിന് കൗത്തിൽ ബാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ എടുത്തുകൊണ്ട് ഒരു വണ്ടിയിലിട്ട് ബ്ലാക്ക് കാർ ഉണ്ടായിരുന്നു. അതിലിട്ട് അവർ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഹീറോയി കണ്ണു തുറന്ന് ഷാക്കായിരുന്നു. ഞാനെവിടെ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയി റൂം എടുക്കാതെ ഇപ്പം നമുക്ക് ആ സൈഡ് നോക്കാമായിരുന്നു. അജയ് മങ്ങി തേടി വന്നു. ഹീറോയിനെ കാണുന്നത് അജയത്ത് എന്ന് കണ്ടുപിടിച്ച് എവിടെയാണ് അർജുൻ കിട്ടുന്നത്? ഇല്ല, 3 പേർ വന്ന് എന്നെ തലക്കടിച്ച് ബോധവൃത്തി. അവളെ കാണുന്നില്ല, പൂർവ്വം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. അർജുനക്ക് ടെൻഷനായി, ആരെടുത്തുകൊണ്ട് പോയെന്ന് അവരുടെ ടെൻഷനായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ടെൻഷൻ അറിയിക്കുമ്പോൾ ഒരു മെസ് കോൾ വന്നിരുന്നു. നിങ്ങൾ ടെൻഷൻ ആക്കാണ്ട്, അവൾ എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ ആരോട് പറയണ്ട എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ മാത്രം ഉടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു അർജുനക്ക് മാത്രം. ശരി ഓക്കെ എന്ന് പറഞ്ഞു അർജുൻ. നിങ്ങൾ ഇപ്പോൾ വരണ്ട, നിങ്ങൾ ഈ ടൈമിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഹസ്ബൻഡ് കൂടെ ഉണ്ട്, പ്രശ്നമില്ല എന്ന് അവർ മിണ്ടാതിരുന്നു. എന്നിട്ട് ശരി നമുക്ക് ലഞ്ച് കഴിച്ച് പോയിട്ട് തേടാന്ന് പറഞ്ഞു. എനിക്ക് വിശക്കുന്നു അർജുൻ പറഞ്ഞു. ശരി ഓക്കെ ആണ്. ഹീറോയെ കണ്ടു തുറന്നു ഷോക്കായിരുന്നു. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇതെന്താ BTS മെമ്പറുടെ ഫോട്ടോ എന്ന് പറഞ്ഞായിരുന്നു. ഒരു ഡോർ തുറന്ന് ആറും വന്നായിരുന്നു. ആറും ഷുഗ എന്താ നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഷുഗറോട് 3 പേരോട് കേട്ടായിരുന്നു. അങ്ങനെ 3 പേർ ഹീറോയെ നോക്കി മുറക്കായിരുന്നു. നിന്നെ മുറക്കില്ലെന്നും കേട്ടായിരുന്നു ഹീറോയ്ക്ക് കൊറിയയിലെ. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്നിരുന്നു. നീ എന്താ ചെയ്യുന്നത് ഇവിടെ? ഇല്ല, ഞാൻ പിക്നിക്ക് വന്നതാ. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ഹീറോയി കേട്ടായിരുന്നു. ഞങ്ങളുള്ളത് ഇവിടെയാണ്.
ഉം. ആരാ അത്? എന്ത് അജയ് കേൾക്കുന്നത്? അത് എനിക്ക് പ്രൊപ്പോസ് ചെയ്തതാണ്, ഞാൻ മാരേജ് കഴിച്ചത്. അപ്പം നിനക്ക് മാരേജ് കഴിച്ചാൽ പറയാൻ പറ്റില്ല. സുഖം കേട്ടായിരുന്നു. എനിക്ക് മാരേജ് ആയെന്ന് അവൻ വിശ്വസിക്കില്ല, ഞാൻ എന്താ ചെയ്യുക എന്ന് ഹീറോ പാവമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. ടെൻഷനായിരുന്നു സുഖ പറയുന്നത്. ഇനി മേലെ അങ്ങനെ ചെയ്യുന്നു. എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ബാക്കി മാസം ഓടി വന്നായിരുന്നു. എന്താടാ പ്രശ്നം? നടന്ന് കയറി പറഞ്ഞത്. ജിമ്മിനൊക്കെ ടെൻഷനായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷനായി. അവനെ പോയി ശരിയാക്കാം വീ പറയാതെ സമാധാനമൊക്കെ. എന്ത് പ്രശ്നമാണ് ഹീറോയിന്? ഇല്ല, അവനക്ക് എൻ്റെ പോലെ കാണണം, എൻ്റെ പുറകെ നടക്കാനോ അവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല എന്ന് ഹീറോയി പറയായിരുന്നു. ശരി, ഓക്കെ, ടെൻഷനൊന്നും നോക്കണ്ട. അപ്പം എന്നാ നീ പഠിക്കണ? തേർഡ് ഇയറാണ് പഠിക്കുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ എന്ന് പറഞ്ഞത്? ശരി, ഓക്കെ. നീ ഇവിടെ ഇരുന്നോ? ഫുഡ് കഴിച്ചോ? ഇല്ല, വാ എന്നെ ഫുഡ് കഴിക്കാമായിരുന്നു. ഒരു ഓക്കെ എന്ന് പറഞ്ഞ ഹീറോ ഫുഡ് കഴിക്കാമായിരുന്നു. ആറാം വിളിച്ചായിരുന്നു, വാ നമുക്കിവിടെ അവർ പോയിട്ട് സംസാരിക്കായിരുന്നു. എടാ ആറാം പറഞ്ഞു, ഇല്ലടാ ഞങ്ങൾ പോയില്ല, അവൾ എന്ത് ചെയ്തിട്ടാവുന്ന അറിയില്ല. അങ്ങനെ ആറാം അങ്ങനെ ഇപ്പോൾ ഒരാൾ വരുമെന്ന് ആരായിരുന്നു എല്ലാവരും തീർന്ന് നോക്കുമ്പോൾ ബെല്ലടിച്ചായിരുന്നു. ആ ഓക്കെ എന്ന് പറഞ്ഞു അകത്ത് വന്നു. ഹീറോയിൻ്റെ ചേട്ടാ എന്ത് പറ്റി അവർക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് ആറാം മുറക്കായിരുന്നു. എന്ത് പറ്റി ആറാം? നടന്ന കാര്യം ആറാമിനോട് പറഞ്ഞു. അജയത്ത് ഇങ്ങനെ ചെയ്തത്. എന്താ അജയറ്റാ? അതെ, അവൻ്റെ പേര് അജയറ്റ് എന്ന് പറഞ്ഞതാ. യോ ടെൻഷനാ അവർക്ക്. അതെ, അവനൊക്കെ ഹീറോ മേലെ കാണുന്നു അങ്ങനെയായിട്ട് പറയാം. ഞങ്ങൾ വൈഫിന് എന്താണ് ചെയ്യുന്നത്? ഇല്ലപ്പാ, അവനെ എന്ത് പറഞ്ഞ് മനസ്സിലായില്ല. അർജുൻ അജയത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ അർജുന് മറട്ടിയായിരുന്നു. കാരണം ആറാനോട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അത് ശരി, ഞങ്ങൾ ഇന്ത്യയൊക്കെ വരാൻ പോകുന്നത്, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വരുന്നത്. നിങ്ങളുടെ കുറച്ച് സംസാരിക്കാൻ വന്നതാണ് ഡിവോഴ്സ് കാര്യമെന്ന്. നിങ്ങൾ വരുന്ന പോകുന്നത് ഞാൻ കുറച്ച് ട്രിപ്പ് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വരാമെന്ന് വെച്ചത്. നിങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്? ടൈം ഒന്നും ആയില്ലേ? ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല എന്ന് 7 പേർ പറഞ്ഞായിരുന്നു. അത് കേട്ട് എൻ്റെ ചേട്ടൻ അങ്ങ് ഷോക്കായിരുന്നു. എന്ത്, ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ലേ? അതെ. അത് എന്താ? അത് അർജുനോട് പറഞ്ഞായിരുന്നു. അർജുനക്ക് ഷോക്കായിരുന്നു. എന്താ സാർ പറഞ്ഞത്? റിയൽ ആണോ? സത്യമാണോ എന്ന് പറഞ്ഞു. ഷോക്കായിരുന്നു.